ഹലോ ഗൈസ്, ഇപ്പോ നമ്മളിന്നുള്ളത് മുംബൈ അതോ ലോകം ധാരാവി. നമ്മള് മുംബൈയിലാണുള്ളത്. അതോ ലോക കളികളാണ്. നമ്മളന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും വേണ്ടിട്ട് ഒരു മലയാളീസ് ഹോട്ടലിലേക്ക് പോവാണ്. അപ്പോ ബാക്കി ഫുഡ് കഴിക്കുമ്പോ ഇതുവരെ എല്ലാരും ഷോർട്സും ജെയ്സിയും ഒക്കെ ഇന്ന് ഫുള്ള് ഫോർമൽ ഇട്ടാണ്ടാണ്. ശരിയൊക്കെ മാസിലാണ് ഇറങ്ങിയിരിക്കുന്നത്. റംദാൻ ഇങ്ങോട്ട് പോണേ. താജ് ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ മുംബൈ മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഇത്രയും ദിവസം മലയും കുന്നും കയറി എവിടെ എന്താ വാളി താജ് ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ പോകണല്ല. ഇതാണ് മുംബൈത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ ഗൈസ് ഞങ്ങളെന്നുള്ളത് നമ്മളോട് ഉള്ള റെഡിയാണ്. നമ്മള് ബോംബെയില് സൊസൈറ്റി റെസ്റ്റോറൻറ്റ് മലയാളി ഹോട്ടലാണ്. ഫുഡ് ഉണ്ടാവുന്ന വിചാരിക്കുന്നത്. രുചികരമായ ഒരു കാര്യം പറയാനുണ്ട്, ഒരു വിഷയം ഉറക്കിയില്ല. കാരണം നല്ല സുഖമായിട്ട് പുതക്കും മൂടി ആരും വിളിക്കാനും വന്നില്ല. ഞാൻ എത്രയും വിചാരിച്ച അജ്മല സദീദപ്പ മലയാളി നീച്ചെന്ന് പറയുന്നു. ഒരു ഭാഗ്യത്തിന് ആര് കണ്ടില്ല. ഒരു സമാധാനം, എന്ത് സുഖം ആ ഫാൻ ഇട്ട് പോച്ചു വരുന്നപ്പോ നല്ല നാട്ടിൽ കിട്ടുന്ന പൊറാട്ട, ഫുഡ് കേടിയില്ല. ഫുഡ് ചാനട്ടാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അണ്ടാക്കറി പൊറാട്ട. ഇരിക്കാൻ പറഞ്ഞ എൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു ടാക്ട് ചെയ്യണ്ട. പാക്കേജർ ആഷിഖിനെ ഇന്ന് നമ്മൾ വിട്ടു പിരിയുകയാണ്. ആഷിഖ് പാണ്ടിമുറ്റം സ്വദേശിയാണ്. നോട്ട് മാരീഡ്. കാണാം. ബ്രഹ്മഗിരി രണ്ടാളും സിംഗിളാണ്, പ്രത്യേകം പറയാൻ പറഞ്ഞു. രണ്ടാളും സിംഗിളാണ്. ആഷിക്ക് പ്രത്യേകിച്ച് സിംഗിളാണ്. ഫറൂഖ് കോളേജിൽ ബന്ധപ്പെടുക. ആഷിഖ് കോൾ ചെയ്യുന്നുണ്ട്, ആരാ നമുക്ക് അറിയില്ല. സിംഗിളാണ്. ബികോം എന്നാണ്. ധനുഷ് ബോംബെയിലെ ധനുഷ് മാരി മാരി ഷൂട്ടിംഗ് ലൊക്കേഷൻ. ആറ് മണിക്കാണ് മുംബൈത്തെ കാക്ക റബിന്റെ മേത്ത് ഊറി ഓടുന്നതാ. നോട്ടെ റബിന്റെ മേത്ത് കാക്ക തൂറി എറിഞ്ഞ് ചുട്ടാൻ വേണ്ടി പായാണ്. ചോദിക്കട്ടെ. അജലി എവിടെയല്ലേ ഞമ്മളെങ്ങട്ടാ പോണേ? അത് അവിടെ എന്തൊക്കെയല്ലേ? നമ്മളിപ്പോ ഉള്ളത് ബോംബെയിലെ എവിടെ? AC ബസ്സിലാ? തണുപ്പുണ്ടോ? എന്താ പറയും, കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇത്രയും ദിവസത്തേക്ക് പറഞ്ഞു കൊടുക്കേ, എന്തൊക്കെയുണ്ട് അഭിപ്രായം പറഞ്ഞു കൊടുത്താ റെഡി പറയും. നമ്മളിപ്പോ കാക്കണ്ട്, നമ്മളെ കാക്കണ്ട്, സ്വന്തം കാക്കയാണ്.
ഫണ്ടർ ഇന്നത്തെ ഫണ്ടർ ഷാമിലാണ്. അപ്പൊ ഗായ്സ് നമ്മൾ മുംബൈയിലെത്തി. ഇന്നലെ രാത്രി മുതൽ അംബാനിയുടെ ഒരു കൊളാബ്. ഇന്നലെ മുതലേ നമ്മളുടെ നൈറ്റ് റൂം എത്തി. ബസ് വരെ ഇത് AC. അപ്പൊ നമ്മളിപ്പോ ബസ് പോകുന്നത് ആച്ചുവള്ളിക്കാണ്. ആച്ചുവള്ളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല അപ്പൊ ചരിത്രം ചരിത്രം നമ്മളെ കേട്ടറിവ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് കടലിന്റെ നടുവിലുള്ള ഒരു പള്ളിയാണ്. അപ്പോ ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് നമ്മള് പോയി തിരിച്ചൊരു ഈവനിങ് ഒരു 6 മണി സൂര്യോദയം കഴിഞ്ഞതിന് ശേഷം ഈ എന്താണ് ആ ഒരു പോകുന്ന റോഡ് മൊത്തം കടല് മൂടും എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോ ഇന്ന് നമ്മള് ഇന്ന് നമ്മൾ പോവുകയാണ് ആശുപത്രി കാണാൻ. അപ്പൊ ഗൈസ് ഞങ്ങള് ഹാജലി സറഡ് നമ്മൾ ആജുവള്ളി എത്തി. കമോൺ അംദു എന്താ ടയർഡായാ? എണീക്ക്. ഇപ്പോ സിംഗിളാക്കി പറയുന്ന നമ്മളെ മമ്പുറം ദർഗൊക്കെ പോലെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ദർഗയാണ്. ഇതിന്റെ മെയിൻ പ്രത്യേകത ഉണ്ട്, രണ്ട് സൈഡും കടലാണ്. അതിലൂടെ ഒരു ഈ വഴിയാണ് ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേന് മൂടുക ഉള്ളത്. പക്ഷെ ഇപ്പൊ ഹൈറ്റ് കൂടി കറക്റ്റ് അറിയില്ല. നല്ല ആളുണ്ട്. പിന്നെ മുസ്ലിങ്ങൾക്ക് മാത്രം എൻട്രി ഒന്നുമില്ല, എല്ലാതരം ആളുകളും ഇവിടെ വരും. നമ്മുടെ ഹോട്ടല് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളില് ഒരു മിനി സെറ്റപ്പാണ്. ഇവിടെ ഉണ്ടോക്കെ ഇങ്ങോട്ട് ടൈറ്റാക്കി പിടിച്ചോ. നമുക്ക് എന്താ ചെയ്യാ അറിയോ? ഫുള്ളെടുത്തായിരുന്നു സംഭവം. ചാർജ് ഒന്ന് കുറച്ചെടുത്താൽ നമുക്ക് എന്താ ചെയ്യാ അപ്പോൾ വരൂ ഗായ്സ്, ദിസ് ഈസ് മുംബൈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. പണ്ട് ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഏതോ രാജാവ് ഇവിടെ വന്നാണ് കപ്പലിറങ്ങിയത്. അവിടെ ഒരു കപ്പലിറങ്ങിയ ഒരു എന്തോ ഒരു ചെറിയൊരു ഇത് ഉണ്ടാക്കി വെച്ചു. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കടക്കാൻ പറ്റില്ല. ഈ ഒരു വ്യൂ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കടലിക്ക് കപ്പലൊക്കെ ഉണ്ട്, നമുക്ക് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് ബോട്ടിങ്ങിനൊക്കെ പോവാം, കപ്പലുകളൊക്കെ കാണാം. പിന്നെ ഇതാണ് ഇന്ത്യൻ്റെ താജ് ഹോട്ടല്. അത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ താജ് ഹോട്ടൽ. എല്ലാ ഫിലിമിലും മേജർ അങ്ങനെ കുറേ ഫിലിമിലുകൾ ഈ ഒരു താജ് ഹോട്ടൽ കണ്ടിട്ടുണ്ടാവും. നമുക്കതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല, പക്ഷേ പുറത്തുനിന്ന് കഫേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാം. ഞങ്ങളൊരു തവണ കയറാൻ നോക്കിയിട്ട് കാറില്ലായിട്ട് പുറത്തേക്ക് പറഞ്ഞേച്ച് ഇതിനുള്ളിൽ കയറണമെങ്കിൽ മിനിമം ഒരു കാറായിട്ട് വരും എല്ലാവരും, പൈസ. അപ്പോൾ ഇവിടെ വിഷ്വൽ ബ്യൂട്ടീസ് ആണ് നമുക്ക് ചുറ്റും. ഇവിടെ എന്താ പറയാ, ഇവിടെ ഒരു സ്ഫോടനം നടന്നിനി. അതിൽ എത്ര ആൾക്കാർ മരിച്ചിനി? ഇഷ്ടം പോലെ ആൾക്കാര്. ഇവിടെ നിങ്ങൾ രണ്ടാൾ വന്ന ഫോട്ടോ എടുത്ത ഒരാളില്ല എന്ന് പറയുന്നത്. ഫുൾ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും. ചക്രവർത്തി അയാളെ ആരോ അങ്ങനെ ഇതുണ്ടായത്. അതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അതിൽ അവിടെ ഒരു ഫോട്ടോ കാണുന്നതാ, അയാൾ തന്നെ ആണോന്ന് അറിയില്ല. അങ്ങനെ ഒരാളാണ് ഇവിടെ വന്നുകൊണ്ട് കപ്പലിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്തോ ഒരു സമരം നടക്കുമ്പോൾ എന്തോ ഒരു വിഷയം ഉണ്ടായപ്പോഴാണ് ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കണെന്നാണ് പഠനം. അതിന്റെ അപ്പുറം എന്ത് കടലിന്നാ പറയുന്നത്? ബംഗാൾ ഉൾക്കടൽ. അപ്പോൾ ഞങ്ങൾ കൊടിഞ്ഞിക്കാര് റോക്കിയുടെ ഇനി നമ്മളെ കൈ മുഖേനയാണ് സ്വർണ്ണം. ഇത് പറഞ്ഞോടുത്ത് ഇതിനാ ചരിത്രം എനിക്കറിയോ കറക്റ്റ് അറിയാം. ഞാൻ കുറച്ച് അറിയാം, പക്ഷെ തെറ്റുണ്ടാവും എന്നെ കളിയാക്കിയല്ല. എന്തോ 2008 അജ്മൽ കസബും ടീം വന്നുകണ്ട് ബോംബ് വെച്ച് എത്ര ആള് മരിച്ചില്ലേ? അറ്റാക്ക് നടത്തി. സന്ദീപ് ഉണ്ണികൃഷ്ണൻ സാർ
നമുക്ക് ചരിത്രമാടാ സന്ദീപ് ഉണ്ണികൃഷ്ണൻ സാർ ആ മിഷൻ ഏറ്റെടുത്ത് അങ്ങനെ ആ മിഷൻ സമ്പൂർണ്ണമാക്കി തീർത്തു. പക്ഷേ അവിടെ നമുക്ക് പൊലിഞ്ഞു പോയ ജീവനായിരുന്നു സന്ദീപ് ഉണ്ണികൃഷ്ണൻ. ചെയ്താലും എനിക്ക് അതിന്റെ ചരിത്രം അറിയോ? ഉണ്ണിക്രിയ അത് പഴയതറാ ചക്രവർത്തിയാ അതൊക്കെ വായിച്ചാ സോറി ഗേറ്റ്വേ ഓഫ് ഇന്ത്യ ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ അജ്മൽഖാൻ പക്ക മാർബിൾ മേലാണ് എഴുതിയത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അങ്ങനെ എടുക്കല്ല, നമ്മള് ഫുള്ള് കിട്ടണം ഓഡിയൻസിനെ നമ്മള് ബോറടിപ്പിക്കാൻ വേണ്ടിയാ. ആറ് കാണുമോ? നമുക്ക് എന്ത് ചരിത്രം അറിയില്ല. അതെ അന്റെ ആറും കുറെ അക്കെന്ത് ചരിത്രം അറിയില്ലേ? പക്ഷെ അല്ലാ അപ്പൊ ചരിത്രം പറയ് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. ശരി, ആ ബാക്കത്തെ ഇതൊക്കെ ബിൽഡിങ്, വെള്ള ബിൽഡിങ്, അതിന് മേലൊക്കെ NSD ഇറങ്ങിക്കാണ്ട് അജ്മൽ കസനും ടീമിനൊക്കെ വെടിച്ച് തീർത്തിരുന്നു. ഇതിൽ ചില വിൻഡോ ഒക്കെ നോക്കി നമുക്ക് കാണാം, പുതിയ വിൻഡോകളാണ്. ആ ചില വിൻഡോകളൊക്കെ നോക്കി പോയി തൊടാം. ബ്രിട്ടീഷുകാരതല്ല എല്ലാം തൊടാൻ ഫോട്ടോ ആരെങ്കിൽ കുഞ്ഞുറബിയുടെ സ്പർശനം കുഞ്ഞുറബി പറയാൻ കുഞ്ഞുടാ പാലക്കൽ തന്തരബി ഇവിടെ ജന്യൂരാ ഇത് കഴിഞ്ഞിട്ട് ഇടിവെട്ടിന്റെ ഡാൻസ് ഇത് നമ്മൾ കാണാം, ഇത് വേണ്ട. ചോദ്യങ്ങൾ പക്കറിയില്ല. ക്യാമറമാനെ കാണിച്ചിട്ട് നാട്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മാറി എന്താണ് നമുക്ക് കമ്മ്യൂണിറ്റി ഉണ്ട് ഇവിടെ ആഡ് ആക്കാന്. ആ പ്രൊഡക്ഷനൊക്കെ പൂട്ടിപ്പോയിക്കോ. ഏതാ റബ്ബേ ഷൂട്ട് കോൺസ ക്യാപ്ചർ ഇപ്പോൾ ഡാൻസ് ഇവിടെ നടക്കുന്നത് നോക്കാടി മുംബൈയിൽ. ഇപ്പോൾ ഗൈസ് ഇന്ന് KFC കഴിക്കാമെന്നാണ് ഇടിവെട്ട്. കാക്കണ്ട് നമ്മളപ്പം. ഒരു ഹായ് കൊടുക്കും. ഹായ് സെയ്ദ് അലി, സെയ്ദ് മസൂദ്, ഷെയ്ർ മസൂദ്. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ. 12 പീസിന്റെ ബക്കറ്റും 24 പീസിന്റെ ബക്കറ്റും 12 എത്ര ആൾക്കാരുണ്ട്? നമ്മള് 15 ആളാ, 12 ആളാ, 14 ആളാ. എല്ലാവർക്കും ഓരോ പെപ്സി ഉണ്ട്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ വേണം നമുക്ക് ബർഗറൊക്കെ കുറച്ച് ആഡ് ചെയ്യാം. എത്തിക്കണേ കൊടുക്കണേ. എനിക്കൊന്ന് വെച്ചോ, റബിൻക്കൊന്നൊക്കെ പൈസ നാളെ കളിച്ചാൽ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇവിടെ വെക്ക്. അവിടെ 2 വെക്കാൻ പറയും. ആ സോസ് ഒന്ന് കാട്ടിക്കാൻ മോനെ. എടാ KFC ആക്കാം. ഞങ്ങള് എവിടെക്കാണ്? ഫാഷൻ സ്ട്രീറ്റ്. റെഡി വയ്യൊക്കെ ചോദിക്കണ്ടേ? ഏസിലാൻഡ് നമുക്ക് ഇനി അടുത്ത അവിടെ നിന്ന് എടുക്കാം. ഫാഷൻ സ്ട്രീറ്റ്, മറവാന്റെ വീട്. ഇങ്ങനെയാണ് ഇവിടെ മുംബൈയില് റോഡ് ക്രോസ് ചെയ്യല്. ഷെയർ റോഡ് ക്രോസ് ചെയ്യുന്നു.
ബാക്കി നാട്ടിലൊക്കെ പിന്നെ അങ്ങനെ മുംബൈ ഞങ്ങളിപ്പോ മാസം നടത്തിറങ്ങിയാണ്ട് എന്താ അതെ ഞാൻ അവനോട് പറഞ്ഞു അതെ ഞാൻ അവനോട് പറഞ്ഞു ചരിത്രം ആ പടത്തിൽ ഓള് വരണ ഡാൻസ് കളിക്കാൻ വരണ അവിടെ കീട്ടാണ്ടി ഇതാവും കോപ്പിറൈറ്റ് ആവും ഇതാവും എന്താവും പിന്നെ സെയ്താനിലെ ഒരു മാസ് കിടിലം സീൻ എന്താ പറയാ വേറെ ജില്ലെ പിടിച്ചേച്ചി അടാ സെയ്താലി തൂക്കിക്കോട്ടെ വെച്ചിട്ടല്ല ഈ ഒരു പ്രാവശ്യം തൂക്കിയില്ല തൂക്കാനല്ലടാ ടാറ്റന്റെ ഒഫീഷ്യൽ ഓഫീസ് BSNLന്റെ ഒഫീഷ്യൽ ഓഫീസ് എനിക്കൊണ്ട് അതിന്റെ ബോർഡ് അങ്ങോട്ടാവും നമ്മൾ ബോണ്ട് മക്കളെ ഫാഷൻ സ്ട്രീറ്റ് കാണുക ഞങ്ങൾ തിരിച്ചു വരുമ്പോ അപ്പൊ കഴിച്ച് ഞങ്ങൾ മുംബൈ വിട്ട് പോവാണ് കഴിച്ച് ഞങ്ങൾ മുംബൈ വിട്ട് പോവാണ് വ്യൂ ഒന്ന് മാറ്റോട്ടാ നിങ്ങളെ പോണെന്തല്ലേ ആയത് എന്താണ്